പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. പിന്നെ മീനുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം ഞാൻ ഇതൊക്കെയാണ് കേട്ടോ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിന് മറുപടി ഇല്ല കേട്ടോ. എനിക്ക് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒക്കെ ചെയ്യുവോ, കാണാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ. എനിക്ക് ലോങ് വീഡിയോ എടുക്കുന്ന കാര്യം പണ്ട് തൊട്ടേ വലിയ പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പൊ രാവിലെ എണീറ്റ് വന്നാൽ ചെയ്യുന്ന കാര്യം വേറൊന്നുമില്ല, ചിയാസിഡിട്ട വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ വന്നിട്ട് എന്റെ ജഗ്ഗുവിനെ തുറന്നു വിടും കേട്ടോ. ജഗ്ഗു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ 2 പട്ടിയുണ്ട്, ഒരാളാണും ഒരാൾ പെണ്ണുമാണ്. അപ്പൊ ഇവളാണ് ജഗ്ഗു കേട്ടോ. അപ്പൊ ഇവിടെ രാത്രി ഞങ്ങൾ കൂട്ടിലിട്ടേക്കും. ആൺപട്ടി ഞങ്ങൾ വീടിനകത്താണ് കേട്ടോ ഇട്ടിക്കാറുള്ളത്. അപ്പൊ ഈ താക്കോലും പൂട്ട് സത്യം പറഞ്ഞാൽ ഇവക്ക് വേണ്ടി വാങ്ങിച്ചതല്ല കേട്ടാ. ഈ താക്കോലും പൂട്ടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജിംബ്രു എന്ന് പറഞ്ഞാൽ ആൺപട്ടിയാണേ. അവൻ കുറച്ച് കുരുത്തക്കേട് മാത്രമല്ല, അവൻ ഈ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിനെ തട്ടി തട്ടി തുറക്കുന്നതുകൊണ്ട് അവൻ പുറത്തിറങ്ങിയ കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് അവന് വേണ്ടി മേടിച്ചാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഇവക്ക് വേണ്ടി എന്തിനു പൂട്ടിയിട്ടേന്ന്. ഈയിടെയായിട്ട് ഇവിടെ പേപ്പട്ടിയൊക്കെ ഇറങ്ങിയിട്ട് ആകെ പ്രശ്നമായിരുന്നേ. അതുകൊണ്ട് തന്നെ കൂട്ടിൽ വല്ല ഇനി തട്ടി തുറന്നാലോ എന്ന് വിചാരിച്ച് പൂട്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ അന്ന് നട്ട ചെടികളാണ്. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഞാൻ കഞ്ഞിവെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കും, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടെ പുഴുക്കളൊക്കെ വന്ന് തിന്ന് ആകെ നാശമാക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ പണ്ടോട്ടെ ഞാൻ ചെടികളൊക്കെ നടന്നതിന് വൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് എനിക്കതിന് വിഷമമില്ല. എങ്കിലും അതിലിങ്ങനെ ചെറുതായിട്ട് നമ്മുടെ കായ് വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വിഷമം വന്നു. പിന്നെ അതിനിടയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിന് വേറെന്തെങ്കിലും ചെടിയാണോന്ന് അറിഞ്ഞുള്ളൂ, അതോ കാട്ടുചെടിയാണോ. പിന്നെ ഞാൻ ഈ ഒരു ഇലേനെ ഒടിച്ചു കളഞ്ഞ്. എന്തൊക്കെ വന്നാലും ആ ഒരു കായ അവിടെ നിന്ന് ഒടിച്ചു കളയാൻ വേണ്ടി എനിക്ക് പറ്റില്ല കേട്ടാ. അങ്ങനെ എന്തായാലും ചെടിയുടെ കാര്യത്തൊരു തീരുമാനമായിട്ടുണ്ട്. എങ്കിലും നമ്മൾ അന്ന് വെച്ചിട്ടുള്ള മുളകില്ലേ, അത് നല്ല സൂപ്പറായിട്ട് നിപ്പുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാവേ. അപ്പൊ ഞാൻ ഇതാണ് പറഞ്ഞത്, നമ്മുടെ അടുത്ത പട്ടി കേട്ടോ, ജിംബ്രു. ഇവരെയൊന്നും ഞാൻ പട്ടി എന്ന് പറയൂല, എന്റെ സ്വന്തം മക്കളല്ല കേട്ടോ. ഇവരാണ് എന്റെ ജീവൻ. അപ്പം ഇവനാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഞാൻ കൂട്ടിലാക്കും. അപ്പൊ ആ ഒരു വിഷമാണ് അവന്റെ മുഖത്ത് കാണാറുള്ളത്. നീ നിന്റെ വീഡിയോ കൊണ്ട് പോടിയെന്നാണ് അവന്റെ മുഖത്ത്. അവൻ ഇപ്പൊ എന്നെ പുച്ഛിച്ച് തള്ളയാണ് കേട്ടാ. ഇവന് ഭയങ്കര കുസൃതി നിറഞ്ഞിട്ടൊരു പട്ടിയാണ്. ഞങ്ങൾ പറയണ ഒന്നും അവൻ കേൾക്കാറില്ല കേട്ടോ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഇതാണ് കേട്ടോ. ബെൽറ്റ് ഇടാനായിട്ട് അവന് ഇഷ്ടമില്ല. അങ്ങനെ ഒരു പ്രത്യേക തര സ്വഭാവമാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്, എങ്കിൽ ഒരു സങ്കട വാർത്ത പറയാനുണ്ട്. ഏതാദ്യം പറയണം? സങ്കട വാർത്ത തന്നെ പറയാല്ലേ. സങ്കട വാർത്ത വേറൊന്നുമല്ല, എൻ്റെ മീൻകുട്ടികളൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ചത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ട് സെപ്പറേറ്റ് പാത്രങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് നോക്കുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് ഫുഡ് ഇടാൻ വന്നപ്പം ഒരു പാത്രത്തിൽ കിടന്നത് മാത്രം ഫുഡിന് വേണ്ടി വന്നുള്ളൂ. സെപ്പറേറ്റ് പാത്രത്തിൽ കിടന്ന് വന്നില്ല. അപ്പം ഈ പാത്രത്തിലുള്ളതൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യം കാണിച്ചതിൽ കിടന്ന് ഓൾമോസ്റ്റ് എല്ലാം ചത്തിട്ടുണ്ട്, മീഡിയം സൈസുള്ളതും വലുതും. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടിയില്ല. എനിക്കങ്ങ് ഭയങ്കര വിഷമമായിട്ടാണ്. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഷോക്കായി. അയ്യോ, ഇത്രയും ഒരുമിച്ച് ചാവുന്നത് അങ്ങനെ. അപ്പം മറ്റേ പാത്രത്തിൽ നോക്കിയപ്പം അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. തവളയൊക്കെ വന്നിരുന്ന് കടിച്ച ചാവുന്നൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു. പക്ഷെ തവളയൊന്നും ഇല്ല. ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ചത്താണ്, ഓവർ ഫീഡിങ് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇവരെയൊക്കെ ഇന്ന് എനിക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം നന്നായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പാത്രത്തിലെ വെള്ളം മാറ്റാതിരിക്കായിരുന്നു. കാരണം 1 മന്ത് ആയിട്ടില്ല, എങ്കിലും വെള്ളം ഒന്ന് ചീത്തയായതുപോലെ തോന്നിയോണ്ട് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അതിനിടയ്ക്ക് പെട്ടെന്ന് വെച്ചിങ്ങനെ മീൻ ചാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളടുത്ത് വന്ന് അയ്യോ അടിപൊളിയാണ്, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ അത് പിന്നെ ഒന്നും ശരിയാവൂല കേട്ടോ. എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞാണ്, നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കില്ല കേട്ടോ. ഞാൻ ഈ ഒരു മീൻ വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് ആരും വന്നിട്ട് ഇത് സൂപ്പറാണ് അടിപൊളിയാണ് ഇല്ല. പക്ഷെ എനിക്ക് ഈ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അടിപൊളിയാണ്, നിറച്ച് മീനൊക്കെ ഉണ്ടല്ലോ. സത്യം പറയാമല്ലോ, പറഞ്ഞ 4ാമത്തെ ദിവസം എൻ്റെ മീനൊക്കെ ചത്തുപോയി. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മീൻ ഇത്രയ്ക്ക് വളർത്തിയിട്ട് കുറച്ചൊക്കെ സക്സസ് ആയത്. അപ്പോൾ അത് പെട്ടെന്ന് ചത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമായി. പിന്നെ ഇത് നോക്കിയാൽ ഇതിനകത്ത് കായ വന്നിട്ടുണ്ട്, കുറേ പൂവിട്ട്. അപ്പം എല്ലാ പൂവും കള്ളപ്പൂവായിരുന്നു എന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. പക്ഷെ ഇതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് ചെറിയൊരു കായൊക്കെ വന്നിട്ടുണ്ട്. ദൈവമേ, ഇത് കിട്ടുമോ എന്നാണ്. പിന്നെ അങ്ങനെ പറഞ്ഞ കാരണം നമുക്കിവിടെ മൊത്തം കുരങ്ങന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരിതില്ല. എങ്കിലും കുഴപ്പമില്ല, നല്ലോണം പടർന്ന് കിടപ്പുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളക് പറിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറെ മാങ്ങ ഇരിപ്പുണ്ട്. അപ്പം അത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ
ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ചിലവർക്ക് കേൾക്കുമ്പോൾ തോന്നും അയ്യോ എന്തോ ഇതാ ഹോബി എന്നൊക്കെ തോന്നുമെന്ന് അറിഞ്ഞൂട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടത്തോട് ചെയ്യുന്ന ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കഴിക്കാനും എനിക്ക് ഇഷ്ടമാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എൻ്റെ സ്വന്തം ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകും. അപ്പം ഞാനത് പോകാത്തതിൽ ഞാനിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഓർക്കുമ്പം പക്ഷെ പഠിക്കാൻ പോയാൽ മതിയായിരുന്നു. എനിക്കിഷ്ടമുള്ളൊരു മേഖലയായിരുന്നു കേട്ടോ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം അത് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു ഇപ്പം എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തോന്നുവേ. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് തോന്നുന്ന സമയത്ത് അത് ചെയ്യണം കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞാണ്. അപ്പം മാങ്ങ ഇങ്ങനെ അച്ചാറിടുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ കുറേ നമ്മുടെ കാന്താരി മുളക് പറിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനൊന്നും ഇവിടെ ക്ഷാമമില്ല കേട്ടോ, നിറച്ചുണ്ട്. പിന്നെ കുരങ്ങന്മാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒടിച്ചിടും. പിന്നെ ഇതൊക്കെ ഇവിടെയുള്ള വെറൈറ്റി ഏതൊക്കെ ചെടികൾ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മൾ ജീരകം ഇട്ടുള്ള വെള്ളം കുടിക്കണോണ്ട് ഇന്ന് ഞാൻ നമ്മുടെ പേരക്കയുടെ ഇല പറിച്ചിട്ടുണ്ട്. ചക്ക കാണുമ്പോഴൊക്കെ എനിക്ക് ചക്കവറ്റിൽ കഴിക്കാൻ തോന്നിട്ടാ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? പിന്നെ ഇത് വെട്ടി മുറിച്ചെടുക്കാനുള്ള പാടാലോചിക്കും. എങ്കിലും സാരമില്ല കേട്ടാ, അമ്മയുള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇന്ന് ചെയ്യാറുണ്ട്. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ചീരയുടെയാണ് കേട്ടോ. ഒരാഴ്ചക്ക് മുന്നേ ഞാൻ കൊണ്ട് കുഴിച്ചു വെച്ചതാണേ. സത്യം പറഞ്ഞ് ഇത് പൊടിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല തണ്ട് നോക്കിയിട്ട് കുഴിച്ചു വെച്ചാൽ മതി. ഇത് അങ്ങനെ വെച്ചാണ്. പക്ഷേ ഒന്ന് മാത്രം പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബാക്കിയെല്ലാം നല്ലോണം പൊടിച്ചു വന്നിട്ടുണ്ട്. അതിലൊരു ചെറിയ സന്തോഷമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ മുളക് കേട്ടോ, അത് നല്ലോണം പൊടിച്ച് വന്നിട്ടുണ്ട്. മറ്റതുപോലെ കരണ്ട് പോയില്ല കേട്ടോ. എനിക്ക് ഒന്ന് ചിലപ്പോൾ അവിടെ കുറച്ച് വെയിൽ കൂടുതലുള്ളത് കൊണ്ടായിരിക്കണം മേ ബി അതിങ്ങനെ പൊടിച്ച് വരാത്തേട്ടാ. അപ്പം അമ്മ ഇന്നിവിടെ ഇല്ല, അമ്മ ജോലിക്ക് പോകൊണ്ട് തന്നെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ എൻ്റെ വകയാണ് കേട്ടോ. ഞാൻ മാത്രം ഉള്ളതുകൊണ്ട്, ഞാനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും വെച്ചൊന്നും ഇല്ല. പിന്നെ ഇവളെ ഇങ്ങനെ കുറച്ച് നേരം കെട്ടിയിട്ടേക്കും, ബാക്കി സമയമൊക്കെ ഓൾമോസ്റ്റ് അഴിച്ചാണ് കേട്ടോ ഇടാറുള്ളത്. പിന്നെ ഞാൻ കുറച്ച് സാധനമൊക്കെ മേടിക്കണം, എനിക്ക് കുറച്ച് മരുന്നൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് കട വരെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിതിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ കയറി എനിക്ക് 2-3 സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ ഈ നൂഡിൽസ്, എനിക്ക് സത്യം പറഞ്ഞാൽ നൂഡിൽസ് ഇഷ്ടമില്ലെങ്കിലും പുറത്ത് കടയിൽ നിന്നുള്ള ഈ വലിയ നൂഡിൽസ് എനിക്ക് ചെറുതായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വില നോക്കിയപ്പം 120 രൂപയാണ്. ഞാൻ പക്ഷെ വാങ്ങിച്ചൊന്നുമല്ല, വെറുതെ നോക്കിയെന്നുള്ളൂ. പിന്നെ അടുത്തൊക്കെ ഇരിക്കുന്നതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പായസമൊക്കെ. പിന്നെ കുറച്ച് സോപ്പും അതൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കുറച്ചൊക്കെ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചലഞ്ചിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. നമ്മൾ സിപ്പപ്പ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് 2-3 ഫ്ലേവേഴ്സും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് 2 ഫ്ലേവറേ ഉള്ളൂ. അപ്പം ഞാൻ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തൊരു വണ്ടിയാണെന്ന് നോക്ക്, അവിടെ 2 ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ രണ്ടും ഒരു ഫ്ലേവറിൻ്റെയാണ് 2 എടുത്തത്. ഇതുപോലെ ദൈവമേ ഫുൾ മണ്ടത്തരങ്ങൾ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും പറയുന്നത് എനിക്ക് ഭയങ്കര വെപ്രാളാണെന്ന്. ശരിയാണ് കേട്ടോ, എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഭയങ്കര വെപ്രാളും, സംസാരത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒടുക്കത്തെ കയ്യിലെ ആക്ഷനാണ് കേട്ടോ സംസാരിക്കുമ്പോൾ. അതൊക്കെ എന്നെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളവർക്കേ അറിയാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു മാങ്ങ ഞാനൊരു ആൻറ്റിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യത്തിന്. അപ്പോൾ അവിടെ തറക്കിടന്ന് എടുത്തതാണ്. പിന്നെ അത് ഈ ഒരു കവറിനകത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ലോണം കോഴി കൂവുന്നുണ്ട്, ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമല്ലേ. എന്നും രാവിലെ ഞാൻ ഇങ്ങനെയുള്ള ഫുഡൊന്നും അല്ലേട്ടാ കഴിക്കാറുള്ളത്. എനിക്ക് ഇടയ്ക്ക് ഫുഡ് പോയ്സൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ട് എൻ്റെ ശരീരം ഭയങ്കര വീക്ക് പോലെ തോന്നി തുടങ്ങി, ആരോഗ്യമൊന്നും ഇല്ലാത്ത പോലെ. അപ്പം ഞാൻ നല്ലോണം ചോറും ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കും. പക്ഷെ എനിക്കിപ്പോൾ ആഹാരമൊന്നും വേണ്ട. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് നല്ലോണം വയറ്റിന് ലൂസ് മോഷനായി. 12 തൊട്ടൊക്കെ ഇങ്ങനെ ലൂസ് മോഷൻ ആയപ്പോഴത്തേനും ഞാൻ ആകെ ക്ഷീണിച്ചേട്ടാ. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഫുൾ റെസ്റ്റ് ആയിരുന്നു, കാരണം എനിക്ക് എണീക്കാനുള്ള ആരോഗ്യം ഇല്ലാത്ത പോലെ. അങ്ങനെ പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ മുട്ട കഴിച്ചു. അപ്പോഴാണ് യൂട്യൂബിൽ നമ്മുടെ ഡോക്ടർ രാജേഷ് കുമാർ, നിങ്ങളൊക്കെ വീഡിയോ കാണുമായിരിക്കും. അപ്പം ആ ഡോക്ടറിൻ്റെ വീഡിയോക്കകത്താണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്യാരറ്റും ആപ്പിളും ഒക്കെ ഇട്ടിട്ടുള്ള ജ്യൂസ് ഇല്ലേ, അത് കുടിച്ചാൽ നമുക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് അത് കുടിക്കാം, കാരണം എനിക്ക് വേറൊന്നും കഴിക്കാൻ തോന്നല്ല. ഇപ്പം ഇതുപോലും കഴിക്കാൻ തോന്നല്ല. പക്ഷെ എനിക്ക് ആരോഗ്യമില്ല, എണീറ്റ് നടക്കാൻ ഒരു ശക്തി ഇല്ലാത്തവരൊക്കെ തോന്നിയുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കുടിക്കാൻ കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ വെജസൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് ചുമ്മാ കഴിക്കാൻ എനിക്ക് ഒരു ഇഷ്ടമില്ല, എങ്കിലും ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മീൻകുളത്തിൽ വന്നേ. അപ്പം എനിക്കിനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഈ ഇരിക്കുന്ന പാത്രത്തിലുള്ളത് മാറ്റി സെപ്പറേറ്റ് ആക്കണം. ഇതിനകത്ത് കുറച്ച് ജീവനുള്ള കുട്ടികളൂടെ ഉണ്ട്, കുഞ്ഞുങ്ങൾ. അപ്പം അവരെ ഒന്ന് സേഫ് ആക്കണം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഈ ഒരു അരിപ്പ വന്നിട്ട് ഞാൻ ഈ മീനിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ചത്തെടുക്കുന്ന മീനുകളൊക്കെ കണ്ട എനിക്കാണെങ്കിൽ എന്തോ ഭയങ്കര വിഷമായി പോയിട്ടാ. അതുങ്ങൾ കിടക്കണ കാണുമ്പോഴത്തേനും ഞാൻ അത്രയ്ക്കും കെയർഫുള്ളാണ് കേട്ടോ ഇവരെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം മീൻ സാധാരണ വളർത്തുന്നവർക്ക് ഇതൊന്നും വലിയ കുഴപ്പമില്ലായിരിക്കും, കാരണം സ്വാഭാവികമാണ്, ഗപ്പിക്കൊന്നും അധികം ദീർഘായുസില്ല എന്ന്
നമുക്കറിയെങ്കിലും എനിക്ക് വിഷമായി. പിന്നെ മുട്ടപ്പാൽ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ടെണ്ണവും ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതിലോട്ട് വെള്ളമൊക്കെ നിറച്ച് അടുത്തിട്ടുണ്ട്. ഈ വെള്ളം പോലെയാണ് നിങ്ങൾക്ക് തോന്നണല്ലേ, ചെറുതിട്ടൊരു കലക്ക് വെള്ളം പോലെയാണ് ഇരുന്നത്. ഇതിനകത്ത് മുട്ടപ്പാലൊന്നും ഇപ്പം ഇട്ട് കൊടുത്ത് നമുക്ക് പിന്നെ ഇടാം കേട്ടോ. കുറച്ച് ഫുഡും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരിപാടി ബാക്കി നാളെ ചെയ്യാവേ. കുറേ നേരം ആ വെള്ളമൊക്കെ തൊട്ടുകൊണ്ടാണെന്ന് തോന്നുന്നത് കൈയൊക്കെ അവിടെയൊക്കെ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ പിന്നെ പോയി കുളിച്ചിട്ട് വന്നു. ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. വലിയ വിശപ്പൊന്നുമില്ല എങ്കിലും ഇച്ചിരി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ ഇന്നിവിടെ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിതിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.